ചക്ക വീണ മുയൽ ചാകുക, അല്ല ചക്ക ഇട്ടപ്പോൾ മുയൽ ചത്തു എന്നൊക്കെ പറയില്ലേ. ആ ഒരു രീതി എന്തായാലും ഇന്നായി പോയേനെ കേട്ടോ. മുയലല്ല, ഞാനായി എന്ന് മാത്രം കേട്ടോ. വെറുതെ ജസ്റ്റ് ഒന്ന് മുറ്റത്തുനിന്ന് ഒന്നങ്ങ് നീങ്ങുമല്ല, ദാ വരുന്നു കേട്ടോ. എന്തോ ഒരൊച്ച കേട്ടു, ചക്കയാന്നൊക്കെ തോന്നി. ഇതൊക്കെ ജസ്റ്റ് മിനിറ്റ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. ദേ വരുന്നു ഞാൻ നിന്ന അതേ സ്ഥലത്തേക്ക് ഈ ഒരു ചക്ക. വന്ന പാടെ വന്ന് നമ്മുടെ സൈഡിലിരിക്കുന്ന പ്ലാന്റിലിട്ട് ഇടിച്ച് അവിടെ ഇരിക്കുന്ന ഗ്രാനൈറ്റ് പീസ് തട്ടി മുറിഞ്ഞതാണ് കേട്ടോ. നന്നായിട്ടൊരു സൈഡൊക്കെ ചതഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഈ ഒരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചുള്ളൂ. ചെറിയൊരു വീഡിയോ എടുക്കലായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഇത് സംഭവിച്ച്. അതുകൊണ്ടാണ് ചക്ക വരുന്നത് എടുത്തില്ല, ബാക്കിയും എടുക്കാൻ പറ്റിയത് കേട്ടോ. ഈ നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന പെറ്റൂണിയ കൊള്ളാമല്ലേ. പക്ഷെ ഒറ്റ കാര്യമല്ല കേട്ടോ, സംഭവം എന്തായാലും അടിച്ചു പോയതാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലേ. വേറെ ഒന്നുമല്ല, പ്ലാന്റിന് നല്ല വാട്ടം ഉണ്ട് കേട്ടോ. വെള്ളം കൊടുത്തിട്ടൊന്നും ശരിയാകുന്നില്ല. ഓൾറെഡി പ്ലാന്റ് ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർസിനിക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ കരിഞ്ഞ് പോകുന്ന കുഴപ്പമുണ്ട് കേട്ടോ. കുറച്ചധികം ദിവസമായിട്ട് നമ്മുടെ പ്ലാന്റ് ഒന്നും നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റാത്തതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ മൊത്തത്തിലൊന്ന് കരിഞ്ഞങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ പൂത്തുന്ന വൈറ്റ് സ്റ്റാർസീനിയായിരുന്നു. സാരമില്ല, നമ്മൾ കുറച്ച് പ്ലാന്റൊക്കെ റൂട്ട് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് വെക്കണം. ഇതാ പെറ്റൂണിയുടെ പ്ലാന്റാണ് കേട്ടോ. അത് ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പെറ്റൂണിയിൽ നിന്ന് നമുക്ക് കുറച്ചധികം കട്ടിങ് എടുത്ത് റൂട്ട് പിടിപ്പിക്കാൻ വെക്കണം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ പെറ്റൂണിയുടെ കാര്യത്തിൽ. ഫ്ലോക്സ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വന്നതായിരുന്നു കേട്ടോ. കുറച്ച് പ്ലാന്റൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ കൊണ്ടുപോയി. ബാക്കി പ്ലാന്റൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു പെറ്റൂണിയ, അതും പോയി. ഇത് നമ്മുടെ യെല്ലോ പെറ്റൂണിയ ആയിരുന്നു, വേവ് പെറ്റൂണിയ. അത് സീഡൊക്കെ കിട്ടി, പക്ഷേ ഇതിൽ സീഡ് ജെർമിനേറ്റ് ആവില്ല കേട്ടോ. ഇതെന്ന് ഞാൻ ഭാഗ്യമായിട്ട് എനിക്ക് ജെർമിനേറ്റ് ഒന്നും ആയിട്ടില്ല. പിന്നെ കിട്ടുന്ന സീഡൊക്കെ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണുണ്ട്. എങ്കിലും പെറ്റൂണി അങ്ങനെയാണ്, നമ്മുടെ ഒന്ന് കണ്ണൊന്ന് തെറ്റിയാൽ, നമ്മൾ കൂടുതൽ കണ്ണതിലേക്ക് നോക്കിയാൽ തന്നെ നമ്മുടെ പെറ്റൂണിയ പോകുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ കെയർ വേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. മഴ നനഞ്ഞ് അങ്ങനെയൊന്നും പോയതൊന്നും അല്ല കേട്ടോ. മഴയൊന്നും നനഞ്ഞൊന്നുമില്ല. നമ്മൾ കുറച്ച് ദിവസം കുറേ ഇന്നിപ്പോൾ വെള്ളം കൊടുക്കേണ്ടതായിരുന്നു. നന്നായിട്ട് മണ്ണൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുമായിരുന്നു. എന്നിട്ട് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒറ്റ ദിവസം ഇങ്ങനെ ഉണങ്ങി നിൽക്കുക. അപ്പോൾ ആ ഒരു ഉണക്ക് ഇതിൻ്റെ പ്ലാന്റിലേക്കൊക്കെ കയറി തുടങ്ങും കേട്ടോ. പുതിയ സീഡൊക്കെ പാകിയേക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് ആ ഒരു തൈയൊക്കെ ഉഷാറായി വരുമ്പം വേണം നമുക്കിതിലേക്ക് മാറ്റി വയ്ക്കാനായിട്ട്. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മുടെ ബോൾസം, നമ്മുടെ നശിച്ചു പോയ നമ്മുടെ മൾട്ടിപ്പറ്റിൽ ബോൾസം ഉഷാറായിക്കൊണ്ട് വരുന്നുണ്ട്. ഓറഞ്ചും റെഡും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ചധികം വിങ്ക അങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. പൂവൊന്നും ആയില്ല, ഒന്ന് ബ്രാഞ്ചസൊക്കെ ഒന്ന് നുള്ളി വിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ കേട്ടോ. ഡയാന്തസിനും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം ദിവസം മഴയത്ത് പ്ലാന്റ് ഇരുന്നതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പൂവൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഇതൊക്കെ വെള്ളം ഒഴിക്കാത്തതിൻ്റെ വാടലുകളാണ്. ഇതിനും വെള്ളം ഒഴിച്ചിട്ടില്ല, സമയം കിട്ടിയില്ല, അതാണ് നമ്മുടെ കാര്യം. അപ്പോൾ പെറ്റൂണിയ വന്നിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ. അത് മസ്റ്റാണ്. എങ്കിലാണ് ആ പ്ലാന്റ് ആ രീതിയിൽ വരുള്ളൂ. ഈ പ്ലാന്റ് ഒരു കുഴപ്പമില്ല, ഇതുപോലെ പൂത്ത് തന്ന പ്ലാന്റാണ്. ഒരു 2 ദിവസം അതിന് വെള്ളം കൊടുക്കേണ്ടതായിരുന്നു, വെള്ളം കൊടുത്തില്ല. ഇന്ന് ഞാൻ വന്നിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ അത് പയ്യൊന്ന് ഉഷാറായുള്ളൂ. പക്ഷേ സെറ്റാവില്ല കേട്ടോ. കാരണം തണ്ടിനൊക്കെ എന്ന് വെച്ചാൽ മണ്ണിനോട് ചേർന്ന് വരുന്ന ആ ഒരു തണ്ടുണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് കാണുന്ന ആ ഒരു ഭാഗം, അതൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ഡാമേജായി വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എത്രമാത്രം കട്ടിങ് നമുക്ക് എടുത്ത് റൂട്ട് പിടിപ്പിക്കാനായിട്ട് പറ്റുമോ അത്രയും കട്ടിങ്ങുകൾ നമ്മൾ എടുക്കുക. പെറ്റൂണിയുടെ കാര്യത്തിൽ അതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് നാടനായതുകൊണ്ടാണ് ഇത്രയും സർവൈവ് ചെയ്ത് നിന്നത്. ഇതിപ്പോൾ ഇത്രയൊരു വാട്ടമല്ലേ ഉള്ളൂ, വെള്ളം കൊടുത്താൽ ഉഷാറാകും എന്ന് നമുക്ക് തോന്നും, പക്ഷേ ഇല്ല. കുറച്ച് ദിവസമായി ഇത് ഇങ്ങനെ തന്നെ ആയിട്ട് ഇതിൻ്റെ ഒരു സൈഡ് തണ്ടിൽ നിന്ന് ഇങ്ങനെ കേട് വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഉണക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളീച്ചയൊന്നും ഇല്ല കേട്ടോ. പൊതുവെ വെള്ളീച്ച ഭയങ്കരമായിട്ടുണ്ടെങ്കിലും പ്ലാന്റ് ഇതുപോലെ നല്ല രീതിയിൽ വാടാറുണ്ട്. പെറ്റൂണിയ നശിച്ചു പോകുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യത്തിൽ ഒന്നാണ് വെള്ളീച്ച പോകാനായിട്ട് എന്താ ചെയ്യുക എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. വെള്ളീച്ചയ്ക്ക് നമ്മുടെ ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മാനിക് എന്നുള്ളത്, MANIK, മാനിക്. അത് വാങ്ങിയിട്ട്, അതൊരു പെസ്റ്റിസൈഡ് ആണ്. അത് വാങ്ങിയിട്ട് ഒരു നുള്ളാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, കുറച്ച് ലിക്വിഡ് സോപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വെയിലൊക്കെ ആറിയതിന് ശേഷം
നമ്മുടെ പ്ലാന്റിൻ്റെ മുകളിലും ഇലയുടെ അടിയിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ഒറ്റ സ്പ്രേയിൽ തന്നെ എന്തായാലും വെള്ളീച്ചയൊക്കെ ക്ലിയർ ആയിക്കോളും. ഭയങ്കരമായിട്ടുണ്ട് നമ്മുടെ പ്ലാന്റിന് ഒരു കറവലൊക്കെ കയറിയിട്ടുണ്ട് എങ്കിൽ വെള്ളീച്ച കുറേ ആയി കഴിയുമ്പോൾ ഇലയ്ക്കൊക്കെ ഒരു ബ്ലാക്ക് കളർ വരും കേട്ടോ. ഈ ഈച്ചയുടെ തന്നെ എന്തോ സംഭവമാണത്, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇന്ന് കൊടുക്കുക, നാളെ കഴിഞ്ഞ് കൊടുക്കുക. അങ്ങനെ ഒരു 3 ദിവസം ഒന്നിടവിട്ട ദിവസം കൊടുത്തിട്ട് പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അത് ഒരുപാട് ഡോസ് ആകരുത്, ജസ്റ്റ് ഒറ്റ സ്പ്രേ മതി. ഇങ്ങനെ കുളിപ്പിച്ചടിക്കുക അങ്ങനെയൊക്കെ പറയരുത്. നമ്മൾ ഈ ഏലത്തിന് മരുന്നടിക്കുമ്പോൾ പറയും പ്ലാന്റ് കുളിപ്പിച്ചടിക്കുക എന്ന് പറയും. കാരണം അത്രയ്ക്ക് ഫുള്ളായിട്ടിരിക്കണം. കാരണം അത് മരുന്ന് നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോൾ ചാടില്ലേ, ആ രീതിക്ക് അടിക്കണ പോലെ ഉണ്ട് ചില മരുന്നുകൾ നമ്മൾ ഒറ്റ അടി അടിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചോടെ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഒരൊറ്റ തണ്ട് കൊണ്ടുവന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്കൊക്കെ ശേഷം കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കുത്തിപ്പിടിപ്പിച്ചെടുത്ത ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേറൊന്നുമില്ല, സ്റ്റാർസീനിയയുടെ പ്ലാന്റ് കയ്യോടെ നടാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു പോട്ടിലേക്ക് ഇതിൽ സ്റ്റാർസീനിയ നിന്നതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്റ്റാർസീനിയയുടെ തൈകൾ. ഇത് നമ്മൾ മണലിൽ റൂട്ട് പിടിപ്പിച്ച തൈയാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ അടിയിൽ നിന്ന് പ്രസ് ചെയ്തിട്ട്, അടിയിൽ നിന്ന് നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് വേണം പയ്യെ ഒന്ന് പൊക്കിയെടുക്കുക കേട്ടോ. ഞാൻ എന്താ റൂട്ടൊക്കെ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊരു 3 തൈ ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ ഒരു ട്രേയിൽ 3 കളറ് കുത്തി ഇങ്ങനെ പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ഒരെണ്ണം തന്നെ നമ്മുടെ ആ പോട്ടിലേക്ക് വെച്ച് കൊടുത്ത്, ഇപ്പം ഇതിങ്ങനെ ഒരു കുഞ്ഞ് ഈർക്കിലിയുടെ വണ്ണം പോലും ഇല്ലാത്ത തൈയൊക്കെ ആയിട്ട് ഇരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഇവരങ്ങ് ഉഷാറായിട്ട് വന്നോളൂ കേട്ടോ. അപ്പം ഇതിലെന്തായാലും ഞാൻ ഒറ്റ സെറ്റല്ല വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. വേറെയും ഒരു സെറ്റ് എൻ്റെ കയ്യിൽ തൈകൾ സ്റ്റാർസിന് ഇരിപ്പുണ്ട് കേട്ടോ. ആരും സെയിൽ ചോദിക്കരുത്, പ്ലാന്റ് സെയിൽ എന്തായാലും നമുക്കില്ല, സീഡുകൾ മാത്രമേ ഉള്ളൂ. ഫ്ലോക്സിൻ്റെ സീഡ് ഉണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഫ്ലോക്സിൻ്റെ സീഡ് നമ്മുടെ കയ്യിൽ നിലവിൽ സീഡ് സ്റ്റോക്ക് ഉണ്ട്. പുതിയ സീഡ് വന്നാണ് നമ്മൾ പാകി. സീഡൊക്കെ ജെർമിനേറ്റ് ആയിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നു. അതുണ്ട്. പിന്നെ വെർബീനയുണ്ട്. വെർബീന ഇത്തിരി കെയർ ചെയ്ത് പാകേണ്ട സീഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നസ്റ്റൂഷ്യം, ആ സംഭവത്തിൻ്റെ സീഡ് നമ്മുടെ കയ്യിൽ നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റൂണി ഇരുന്ന പോട്ടില്ലേ, അതിലേക്കും കൂടെ നമ്മൾ കൈയോടെ പാകുവാണ്. എന്തായാലും അതിന് മണ്ണിൻ്റെ കേട് കൊണ്ടൊന്നും പറ്റിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു മണ്ണ് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട. ഞാൻ പൊതുവേ യൂസ് ചെയ്ത മണ്ണുകൾ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ, കാരണം നിലത്തുനിന്നുള്ളൊരു മണ്ണെടുത്തിട്ട് എനിക്ക് പ്ലാന്റ് നടാനായിട്ട് പറ്റില്ല. കാരണം മൊത്തം ആഫ്രിക്കൻ വെച്ചാണ് കേട്ടോ. ഇത്രയും നാളും നമ്മുടെ ആഫ്രിക്കൻ വെച്ചിൻ്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് വലിയ ആഫ്രിക്കൻ വെച്ചുകൾ മാത്രമാണ് മുട്ടയിട്ട് മുട്ടയിടുള്ളൂ എന്നാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് ആഫ്രിക്കൻ വെച്ച്, ഇത്തിരി പോകുന്നൊരു കുഞ്ഞ് ആഫ്രിക്കൻ വെച്ച് ഇരിക്കുവാണ്. ഒരു 8-10 മുട്ടയൊക്കെ ഇട്ടിട്ട് ആളവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ബോധം വന്ന് ഈ കുഞ്ഞൻ ആഫ്രിക്കൻ വെച്ചുകളും മുട്ടയിടും എന്നുള്ളത്. ആ ഒരു വലുപ്പത്തിൽ തൊട്ട് ഇവന്മാർ മുട്ടയിടാൻ തുടങ്ങുവാണ് എങ്കിൽ എന്തോരം മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കും. ഈശ്വരാ, ഈ പ്രദേശം മൊത്തത്തിൽ അതാണ് കേട്ടോ. പഞ്ചായത്തിലൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു മൈൻഡും ഇല്ല. എന്തോന്ന് പഞ്ചായത്ത് എന്ന് തന്നെ എനിക്ക് തോന്നും കേട്ടോ. വാർഡ് മെമ്പറോടൊക്കെ പറഞ്ഞാണ്, പുള്ളിക്കൊരു മീച്ചൊന്നുമില്ല. ആളെ ആ സാധനത്തിനെ കാണിച്ചു വരെ കൊടുത്തു, ഇത്രയും വലുതാണെന്ന് ചോദിച്ചു, ആൾ പോയി കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ പ്രദേശത്ത് മൊത്തത്തിലുണ്ട്. ഇവിടെ കണ്ടം കരയാക്കിയ സ്ഥലമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളച്ചനപ്പുള്ളതുകൊണ്ട് തന്നെ ഇതിനെല്ലാം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് വളരാനുള്ള നല്ലൊരു സൗകര്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ പഞ്ചായത്തിൽ അപേക്ഷ വയ്ക്കുന്നുണ്ട്, ഉപ്പ് വാങ്ങാനായിട്ട് എന്തെങ്കിലും സബ്സിഡിയോ കാര്യങ്ങളൊക്കെ തരേണ്ടി വരും. കാരണം അത്രയ്ക്കും ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് സാർസീനിയ റൂട്ടൊക്കെ പിടിച്ചതായിരുന്നു കേട്ടോ. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് വെള്ളം ഒഴിച്ച് ഉഷാറാക്കി എടുക്കാൻ പറ്റാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. ബാക്കി ഇരിക്കുന്നവരുണ്ട്, അവരെയും നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഓരോ ട്രേ കാലിയാവുന്നതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ പ്ലാന്റുകൾ നട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഒത്തിരി തലപ്പുകൾ ഈ ഒരു പ്ലാന്റിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഈ ഒരു രീതിയിൽ സ്റ്റാർസീനിയയുടെ കട്ടിങ്ങുകൾ എടുക്കുക. ഇതിൽ മണലാണ് കേട്ടോ. സ്റ്റാർസീനിയയിൽ റൂട്ട് പിടിക്കാൻ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മണലാണ്. അത് നിറച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ പതിയെ ഒന്ന് കുത്തി കൊടുക്കുക. സെയിം രീതിയിൽ നമ്മൾ കുത്തി കൊടുത്ത് റൂട്ട് പിടിപ്പിച്ചെടുത്താണ് കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോകും, എങ്കിലും 99% എനിക്ക് റൂട്ട് പിടിച്ച് കിട്ടാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോ കിടപ്പുണ്ട് ചാനലിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കുറച്ച് ദിവസം ആയതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, ഒരു 3-4 വീഡിയോ മുമ്പ്. അപ്പോൾ
ഇത് ഇതുപോലെ പതിയെ ഒന്ന് കുത്തി കൊടുത്താൽ നമ്മളിങ്ങനെ ഒരുപാട് കുത്തി ഇറക്കി അങ്ങനെ വെക്കുമെന്ന് വേണ്ട, ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം മണ്ണിലേക്ക്, അത്രയും മാത്രം മതി. ഈ ട്രെയിൽ നടുമ്പോൾ ഉണ്ടല്ലോ, ഈ ട്രെയുടെ ഇങ്ങനെ 2 ഹോളും കൂടെ വരുന്ന 4 ഹോളും കൂടെ വരുന്ന ഒരു ഭാഗത്ത് ഒരു സ്പേസ് ഉണ്ടല്ലോ ട്രെയുടെ, ആ ഒരു ബ്ലാക്ക് കളറ്, ആ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാണ് ഏറ്റവും പ്രത്യേകത. അവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ 4 സൈഡിലുള്ള ആ 4 ഹോളിലേക്കും നമുക്ക് ഒരേ രീതിയിൽ വെള്ളം കിട്ടും. അപ്പം ട്രെയിൽ നടുവാണെങ്കിൽ ആ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. നിങ്ങൾ 4 ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ആ കട്ട് ചെയ്ത് വെച്ച പെറ്റൂണിയില്ലേ, പെറ്റൂണിയാണ് നമ്മൾ പറഞ്ഞെടുക്കുന്നത്, കാര്യം വന്നത് സ്റ്റാർസീനിയയിലേക്ക് എത്തിയിട്ടുണ്ട്. പെറ്റൂണിയ സ്റ്റാർസീനിയ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്, കാരണം ഇഷ്ടംപോലെ പൂവുണ്ടാവും. സ്റ്റാർസീനിയ പൊതുവേ കെയർ കുറവാണ്, എങ്കിലും അത്യാവശ്യം കെയർ ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് അത്യാവശ്യം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നിറയെ പൂവും ഉണ്ടാവും. ഇത്രയുള്ള കുഞ്ഞി കട്ടിങ്ങൊക്കെ മതി, പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇന്നിപ്പം മണലിലാണ് നട്ടെ, നാളെ ഇപ്പം ഇച്ചിരി കഴിയുമ്പം നേരത്തോട് നേരമൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കും. കാരണം മഴയാണെങ്കിൽ കൊടുക്കണ്ട, പ്ലാന്റിന് അത്രയും വാട്ടം വരില്ല. നല്ല വെയിലാണെങ്കിൽ എന്തായാലും പ്ലാന്റിന് അത്യാവശ്യം വെള്ളം കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ നമ്മൾ ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് പെറ്റൂണിയുടെ കട്ടിങ്. അതൊന്ന് ഉഷാറായി കഴിയുമ്പം ജസ്റ്റ് ഒരു പോട്ട് മിക്സിലേക്ക് മാറ്റി നടുകയും ചെയ്യാം. അപ്പോൾ ബാക്കി അപ്ഡേറ്റുകൾ വരും വീഡിയോ.